പറയാനുള്ളതൊക്കെ ഇന്നലെ രാത്രി വരെ പറഞ്ഞു. ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും. രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല. അത് പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ, മാറി മാറി പറയുന്നുണ്ട്. എന്തേ അതൊക്കെ കാണാലോ, ഇതിനകത്ത് കാണുമല്ലോ. എന്തായാലും പിന്നെ അത് എന്തായാലും പിന്നെ നമുക്ക് UDF-നാണ് വിജയം എന്നുള്ളത് ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ബോധ്യമാവുന്നുണ്ട്, എല്ലാവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന്. ഇനിയിപ്പോൾ അതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കൊരു മണിക്കൂറല്ല കാത്തിരിക്കേണ്ടതുള്ളൂ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ ഒരു 15,000-ലേക്കൊക്കെ. അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് ഞാൻ ഈ കണക്കിൽ വളരെ മോശമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കണക്കനുസരിച്ച് ഞാൻ പറയാനുള്ളതൊക്കെ ഇന്നലെ പറഞ്ഞു. എല്ലാ പഞ്ചായത്തുകളും ഭൂരിപക്ഷം കിട്ടാനാണ് സാധ്യത നമുക്ക് കിട്ടിയൊരു കണക്കനുസരിച്ച്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഇത് നിലമ്പൂരിലെ ഒരു 10 മാസത്തേക്കുള്ള ഒരു ജനപ്രതിനിധിയെ, ഒരു MLA തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പായിട്ട് ആരും കാണുന്നില്ല. ഇത് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ്. അതിൻ്റെ കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂരുകാർ വോട്ട് ചെയ്യുമെന്നാണ് ഇവിടെ പ്രതീക്ഷ. ഇന്ന് ഇടതുപക്ഷ ഭരണത്തിൻ്റെ അതിൻ്റെ ഈ ദുർഗതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനതയ്ക്കും വേണ്ടി നിലമ്പൂരുകാർ വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് അവർക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതിനാണ് അവരൊക്കെ വരുന്നത്. ആ റിസൾട്ടിന്